ഹായ്, വെൽക്കം ബാക്ക് ടു പ്ലാൻ ലവേഴ്സ്. നമ്മൾ വീണ്ടും ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോയുടെ ഒരു സെക്കൻഡ് പാർട്ടാണ്. നമ്മുടെ ഗാർഡനിലെ കുറച്ച് വിശേഷങ്ങളുമായിട്ട് ഉള്ളൊരു വീഡിയോയാണ് നമ്മൾ നേരത്തെ ചെയ്തിരുന്നത്. അതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്നത്തെ വീഡിയോ. അന്നേരം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെ കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെയാണ് കാണുന്നത്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അന്ന് നമ്മൾ വീഡിയോയിൽ കാണിച്ചിരുന്ന അന്യരൂപരയുടെ മൊട്ട് പിടിച്ച് നിൽക്കുന്നതായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അത് ഫ്ലവർ ആയി നല്ല നല്ല അടിപൊളി പൂക്കളാണ്. റോസുകളിൽ ഇഷ്ടപ്പെടുന്നവർക്ക് വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ അന്യരൂപരി. നമുക്ക് അത് 3 ഫ്ലവർ ആയിട്ടാണ് ഒരു കൊലയിൽ നിൽക്കുന്നത്. നല്ല പൂക്കള അതിന്റെ പെറ്റൽസ് ഒക്കെ കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ്. അതുപോലെ തന്നെ നമ്മളാണെങ്കിൽ നേരത്തെ നമ്മുടെ വിങ്ക കാണിച്ചിരുന്ന അതിനകത്ത് സീഡ് ആവുന്ന ടൈപ്പ് ആണെന്ന് പറഞ്ഞ് നമുക്ക് സീഡ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കും. നമുക്ക് തന്നെ നമ്മൾ സെയിലൊന്നും ചെയ്യുന്നില്ല, നമ്മൾ തന്നെയാണ് ഇത് കിളിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പ്ലാന്റ് നഷ്ടപ്പെട്ടു പോകുമ്പം മദർ പ്ലാന്റ് നഷ്ടപ്പെട്ടു പോകുമ്പം നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കണ്ടേ, വേറൊരു പ്ലാന്റ് റെഡിയാക്കി എടുക്കണ്ടേ, അതിന് വേണ്ടി നമ്മൾ ഈ സീഡൊക്കെ കളക്ട് ചെയ്ത് വെക്കുന്നത്. ഇത് നമ്മൾ ആർട്ട് ആൻഡ് എഫർട്ട് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നിന്ന് വാങ്ങിയ DA ആപ്രിക്കോട്ട് റോസാണ്. അതിനകത്ത് ഒരു മൊട്ട് വന്ന് വിരിഞ്ഞു വരുന്നതേ ഉള്ളു. ബ്ലാക്ക് മൂൺ വിങ്കയൊക്കെ വിരിഞ്ഞു തുടങ്ങി. ഇതൊന്ന്, പിന്നെ ഇത് ഒരു ഡബിൾ ഷെയ്ഡ് വരുന്ന ഒരു വിങ്ക, നല്ല ഭംഗിയാ കാണാൻ. ഇത് യെല്ലോ ഗ്രൗണ്ട് ഓർക്കിഡ്. മഴയൊക്കെ പെയ്തുകൊണ്ട് പൂക്കളൊക്കെ വല്ലാതെ നിൽക്കുകയാണ്. നല്ല മഴയാണ് ഇവിടെ. പിന്നെ ഇത് നമ്മുടെ ഒരു ഓർക്കിഡ് റോസയാണ്. ശരിക്കും മുട്ടുകളൊക്കെ ഉണ്ട്. മുട്ടുകളൊക്കെ അടിപൊളിയായിട്ട് നിൽക്കുന്ന ചില പൂക്കളൊക്കെ വിരിഞ്ഞു തുടങ്ങി. നല്ല ഇതെല്ലാം കൂടെ നല്ല പൂത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇത് നമ്മുടെ അടുത്തൊരു ഗ്രൗണ്ട് ഓർക്കിഡാണ്. ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു ഗ്രൗണ്ട് ഓർക്കിഡ്, നല്ല ഭംഗിയാണ് കാണാൻ. ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് വെച്ചിരിക്കുന്നത് കലേഡിയം ആണ്. കലേഡിയത്തിന്റെ കുറച്ച് വെറൈറ്റി പ്ലാന്റുകളാണ്. മഴയത്താണ് ഇരിക്കുന്നത്, പക്ഷേ കുഴപ്പമൊന്നുമില്ലാതെ നല്ലതുപോലെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ കലേഡിയം വെറൈറ്റികളാണ്. ഇത് നമ്മുടെ ഒരു കലേഡിയമാണ്. ഇത് നമ്മൾ ഇന്നലെ റീപോർട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു കലേഡിയമാണ്. നല്ല ഭംഗിയാണ് ഇതിന്റെ. നമുക്ക് സൂര്യപ്രകാശമൊക്കെ തട്ടുമ്പോൾ നല്ല ഈ കളറ് നല്ലതുപോലെ ഇനി കയറി വരും. നല്ലൊരു ഭംഗിയുള്ള കലേഡിയമാണിത്. ഇത് നമ്മുടെ സിംഗിൾ പെറ്റലും ഡബിൾ പെറ്റലും ഒക്കെ ബോൾസത്തിന്റെ കട്ടിങ്സ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നട്ട് വെച്ചിരിക്കുന്നതാണ് ഇതൊക്കെ. ഇത് നമ്മുടെ ഒരു മിനിയേച്ചർ ബോൾസാണ്. നല്ല റെഡാണ്. നമുക്ക് ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പിടിപ്പിച്ച് വെച്ചിരിക്കുന്നതാണിത്. ഇടുക്കിന്ന് വന്ന ഒരു സുന്ദരിയാണ്. ഡബിൾ പെറ്റല് ബിഗോണിയ, പിങ്ക് കളറ് ഡബിൾ പെറ്റല് ബിഗോണിയയാണ്. പൂവായിട്ടില്ല. 2 പ്ലാന്റ് ഉണ്ട് നമുക്ക്. മറ്റേനകത്ത് പൂവായി തുടങ്ങാൻ പോകുന്നു. ഇത് നമ്മുടെ ചൈനീസ് ബോൾസം സിംഗിൾ പെറ്റല്. ഇത് ലെൻഡാന റെഡ്. ഈ മഞ്ഞയൊക്കെ അങ്ങ് അവസാനം നല്ല റെഡായി മാറും. ഇതാണ് അടുത്തത് ഞാൻ പറഞ്ഞ നമ്മുടെ ഡബിൾ പെറ്റല് ബിഗോണിയ ഉണ്ടല്ലോ, അതാണിത്. പൂവായി കാണാൻ പറ്റുന്നില്ലേ, പൂവായി തുടങ്ങുന്നുണ്ട്. നമുക്കിതിൻ്റെ 2 പ്ലാന്റ് ആണ് ഉള്ളത്. മഴ ആയതുകൊണ്ട് പ്ലാന്റ് ഒന്നും ഓർഡറിലല്ല ഇരിക്കുന്നത്. വിങ്കയൊക്കെ വെള്ളം വീഴാത്ത ഷെയ്ഡിലോട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതൊരു ബിഗോണിയ. വിങ്കയെല്ലാം ഒരു ഇച്ചിരി വെള്ളം വീണാൽ പെട്ടെന്ന് അത് നശിച്ചു പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എല്ലാം ഒരു ഓർഡർ ഇല്ലാതാണ് കിടക്കുന്നത്. ഇപ്പം പ്ലാന്റ് എല്ലാം ഒരു ഓർഡർ ഇല്ലാതാണ്, അലങ്കോലപ്പെട്ട് തന്നെ കിടക്കുന്നെന്ന് പറയാം. ഒരു ഓർഡറിലല്ല ഇരിക്കുന്നത്. മഴവെള്ളം വീഴുമ്പം പ്ലാന്റ് എല്ലാം പെട്ടെന്ന് നശിച്ചു പോകില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മഴ കൊള്ളാത്ത സ്ഥലത്തോട്ട് മാറ്റി വെക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഓൺലൈനിൽ വാങ്ങിയ റോസുകൾ റൂട്ട് പിടിപ്പിക്കാൻ വേണ്ടി നല്ലതുപോലെ ആക്കി വെച്ചിരിക്കുകയാണ്. റൂട്ട് പിടിച്ചതിന് ശേഷം മാത്രമേ ഇത് നമ്മൾ വെയിലത്തോട്ട് വെക്കത്തുള്ളൂ. മുട്ടൊക്കെ ആയി തുടങ്ങി. പിന്നെ ഇത് ബൊഗൈൻവില്ല. അതും നമ്മൾ റൂട്ടഡ് പ്ലാന്റ് വാങ്ങിയതാണ്. അതും നല്ലതുപോലെ വേരൊക്കെ ആയതിന് ശേഷമേ വെയിലത്തോട്ട് വെക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ മിക്കവാറും ഉള്ള ഗ്രൗണ്ട് ഓർക്കിഡിലെല്ലാം നമുക്ക് പൂവായി തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു ഫ്ലവർ ഉള്ള ഒരു ഗ്രൗണ്ട് ഓർക്കിഡാണ്. പിങ്ക് ലൈറ്റ് എന്നാണ് ഇതിൻ്റെ വെറൈറ്റിയുടെ പേര്. നല്ല പൂക്കളാണ്. കൊലയായിട്ട് ഗ്രൗണ്ട് ഓർക്കിഡിലെല്ലാം നല്ല കൊലയായിട്ടാണല്ലോ പൂക്കൾ ഉണ്ടാവുന്നത്. നല്ല ഭംഗിയാണ്. കുറേ ദിവസം ഈ പൂക്കൾ നിൽക്കുകയും ചെയ്യും.
അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഗ്രൗണ്ട് ഓർക്കിഡുകളുടെ എല്ലാ പൂവും കുറേ ദിവസം നിൽക്കും. പിന്നെ അടുത്ത ഒരെണ്ണത്തിൽ നമുക്ക് സ്പൈക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇതൊരു വേറെ ഒരു വെറൈറ്റി ഗ്രൗണ്ട് ഓർക്കിഡാണ്. ഇതിൻ്റെ പേരെനിക്കറിയില്ല. ഇതും ഒരു ടൈപ്പാണ്. ഇത് വേറൊരു ടൈപ്പ് ഗ്രൗണ്ട് ഓർക്കിഡ്. നല്ല ഭംഗിയാണ്. നോക്കേ, കണ്ടോ? മഴ പെയ്യാതെ നമ്മൾ ഓരോന്നും ഇങ്ങനെ വെച്ചേക്കുന്നതാ. ഓർഡറിലിരുന്നാലേ അതിനൊരു ഭംഗി വരുത്തുള്ളൂ. മഴ കൊള്ളാതെ നമ്മൾ ഇങ്ങനെ തൽക്കാലം ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. മഴ മാറിയിട്ടേ നമുക്കിത് ഓർഡർ ആക്കാൻ പറ്റത്തുള്ളൂ. ഇത് നമ്മുടെ റെയിൻ ലില്ലിയുടെ കുറച്ച് ഒരു ഒന്നോ രണ്ടോ മൂന്നോ ബൾബ് വാങ്ങി അതിനകത്ത് ഇതിൻ്റെ സീഡാണ് ഈ കിളിച്ച് നിൽക്കുന്നത്. ഇതാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ മുറ്റി വരുമ്പോൾ ഇതങ്ങ് കറുത്തിട്ട് ഇതിനകത്തൊരു കറുത്ത സീഡാണുള്ളത്. അതാണ് നമ്മളെടുത്ത് പാകി ഇതിനകത്തെല്ലാം വീണ് ഇഷ്ടംപോലെ തൈകളായിട്ടുണ്ട്. ഓരോന്നും ഓരോ വെറൈറ്റിയാണ്. ഇത് ബ്ലീഡിങ് ഹേർട്ട് എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. അതും ഇപ്രാവശ്യം പൂക്കളായിട്ടൊക്കെ നിൽക്കുകയാണ്. പിന്നെ ഇത് നമ്മുടെ ഒരു റെഡ് ഗ്രൗണ്ട് ഓർക്കിഡ് ആണ്. ഇതും റെഡ് ഗ്രൗണ്ട് ഓർക്കിഡ് പൂവൊക്കെ ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. നോക്കേ, ഈ ഗ്രൗണ്ട് ഓർക്കിഡിന് എന്നും ഇങ്ങനെ ഒരു 3-4 മാസം ഈ പൂക്കൾ നിൽക്കും. അതുകൊണ്ട് ഒരു പ്രത്യേക ചന്തമാണ്. മിക്കവാറും എല്ലാവർക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ഗ്രൗണ്ട് ഓർക്കിഡ്. ഈ പൂക്കൾ ഇങ്ങനെ പൊഴിയാതെ ഇഷ്ടം പോലെ വീണ്ടും വീണ്ടും തുമ്പത്ത് മൊട്ടുകൾ ഇങ്ങനെ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കും. അടിയിലെ പൂ കൊഴിഞ്ഞു പോകുന്നതിനനുസരിച്ച് മുകളിലോട്ടുള്ളത് വിരിഞ്ഞ് വിരിഞ്ഞ് വരും. ഇത് ബട്ടർഫ്ലൈ പ്ലാന്റ്. ഇത് നമ്മക്കടെ ഒരു അഗ്ലോണിമയാണ്. അഗ്ലോണിമ വേറെയും ഉണ്ട്. അതൊക്കെ മഴ പെയ്ത് ലീഫിലെല്ലാം വെള്ളമൊക്കെ കയറി വല്ലാതിരിക്കുകയാണ്. ഇത് നമ്മുടെ ഒരു ഫെലനോപ്സിസ് ആണ്. പൂവായിട്ടൊരു 3-4 മാസമായി. ഇതിൻ്റെ തുമ്പത്ത് ഒച്ച് വന്നിരുന്ന് തിന്ന് ബാക്കി മുട്ടുകളും പൂക്കളും എല്ലാം ഒച്ച് തിന്നുകൊണ്ട് പോയി. ഇതാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ്. 3-4 മാസത്തിൽ പുറത്ത് നിൽക്കും ഒരു പ്ലാന്റിലെ ഫ്ലവർ. അടുത്ത ഒരു ഫെലനോപ്സിസ് ഈ കളറിലെയാണ്. ശരിക്കും പൂക്കളുണ്ട്. നല്ല ഭംഗിയോടുകൂടെ നിൽക്കുന്നത്. പിന്നെ ഇതിൽ മൊട്ട് വരുന്നുണ്ട്. പിന്നെ അടുത്ത ഒരു ഫ്ലവർ ഇതാണ്. നോക്കേ, ഈ ഫ്ലവറിൻ്റെ ഭംഗിയൊക്കെ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. പിന്നെ അടുത്തത് നമുക്ക് വന്നിരിക്കുന്നത് ഒരു സ്പൈക്കിൽ തന്നെ കുറേ ബ്രാഞ്ചുകളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അടുത്ത ഫെലനോപ്സിസ് ഇതാണ്. അതുപോലെ തന്നെ വേറൊരെണ്ണം. ഇതും ഒരു 3-4 മാസത്തിൽ പുറത്തായി പൂക്കൾ പിടിച്ചിട്ട്. നല്ല ഭംഗിയുണ്ട്. നോക്കേ, പ്ലാസ്റ്റിക് പൂവ് ആണെന്നേ തോന്നത്തോളൂ. അത്രയ്ക്കിതായിട്ടാണ് നിൽക്കുന്നത്. ഇതും ഒരു വെറൈറ്റി അഗ്ലോണിമയാണ്. ഇവിടെ വൈറ്റ് പോട്ടിൽ നമ്മൾ കുറച്ച് ആന്തൂരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൊണ്ടുവച്ചതേ ഉള്ളു. പൂക്കളൊക്കെ ആയി വരണം. ഇത് കുറച്ച് കോളിയസിൻ്റെ കളക്ഷനാണ്. മഴ പെയ്ത് പ്ലാന്റ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാഞ്ഞ് നിൽക്കുകയാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പിങ്ക് ഡബിൾ പെറ്റലിൻ്റെ ബിഗോണിയുടെ കാര്യം. അതുപോലെ റെഡ് ഡബിൾ പെറ്റൽ ബിഗോണിയാണിത്. പിന്നെ ഇത് നമ്മൾ ഊട്ടിയിൽ നിന്ന് അന്ന് വാങ്ങിക്കൊണ്ട് വന്ന നമ്മുടെ ജെറേനിയം. ഇത് റെഡ് ഓറഞ്ച് ഫാൻസി എന്ന് പറയുന്ന ഗ്രൗണ്ട് ഓർക്കിഡ്. ഇത് ഒരു വയലറ്റ് ഗ്രൗണ്ട് ഓർക്കിഡ്. ഇത് ഒരു വിങ്കയാണ്. നല്ല ഭംഗിയുണ്ട്. ബ്ലാക്ക് മൂൺ വിങ്കയുടെ ഹാങ്ങിങ് ആണ്. ഇതൊരു അഡീനിയമാണ്. ഇത് ഈ മഴയത്തങ്ങ് വെച്ചിരിക്കുക. ഷെയ്ഡിൽ വെച്ചിരുന്ന നമ്മുടെ കുറേ അഡീനിയം നശിച്ചു പോയി. ഒരു 10-25 വെറൈറ്റി അഡീനിയം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം എല്ലാം അങ്ങ് മഴയത്തെടുത്ത് വെച്ച് മഴയത്തിരുന്നപ്പം അതിനൊരു പ്രശ്നവുമില്ല. ഷെയ്ഡിലിരുന്നപ്പോഴായിരുന്നു നമ്മുടെ അഡീനിയം അത് മൊത്തവും എന്തോ ഒരു പ്രാണി വന്നിരിക്കും, അതിൻ്റെ ഭാഗത്തു നിന്ന് നീരൂറ്റി കുടിക്കും, അതങ്ങ് നശിച്ചു. ഇതായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്. ഒരു 25 വെറൈറ്റി എങ്കിലും നശിച്ചു പോയി കാണും. ഇത് നല്ലൊരു ബോത്സമാണ്. നല്ല ഭംഗിയുള്ളൊരു നല്ല എന്തുവാണ് ഇതിന് പറയുന്ന ഒരു ലാവണ്ടർ കളറിലെ അത് തന്നെ. അത്രയും നല്ല പൂക്കളാണ്. നല്ല ഭംഗിയുണ്ട് ഈ കളറ് കാണാൻ. ഇത് നമ്മുടെ ഒരു ബോത്സമാണ്, സിംഗിൾ പെറ്റൽ ബോത്സം. നല്ല ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഓർഡറിലൊന്നും അല്ലാത്തതുകൊണ്ട് ഗാർഡൻ കാണാൻ ഒരു ഭംഗി കാണില്ല. എന്നാലും ഈ മഴ സമയത്ത് നമ്മുടെ ഗാർഡനിൽ ഇത്രയും പൂക്കാഴ്ച എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്.
അന്നേരം നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാമെന്ന പ്രതീക്ഷയോടെ ടാറ്റ. ഓക്കെ, ബൈ ബൈ.